ഹൈ ദയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടിക്സിനെ കുറിച്ചിട്ടാണ്. ടിക്സിനെ കുറിച്ചും അതുപോലെ നോൺ ബ്ലോക്കിംഗ് നേച്ചറിനെ കുറിച്ചും അങ്ങനത്തെ കുറച്ച് തിയറി പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ടിക്സ് എന്ന് പറയുന്നത്. ഇത് നോൺ ബ്ലോക്കിംഗ് നേച്ചറാണ്. ടിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. വൺ ഐട്രേഷൻ ഓഫ് എൻ ഇവൻറ്റ് ലൂപ്പ് ഈസ് കാൾഡ് എ ടിക്ക്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവൻറ്റ് ലൂപ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ഒരു ഇവൻറ്റും നടക്കുന്നതിൽ അസിൻക്രണസ് പ്രോസസ്സായിട്ട് നടക്കുന്നതാണ്. ഇപ്പോൾ സെർവറൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് തവണ ആ ഒരു ഇവൻറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപക്ഷെ ആ ഇവൻറ്റ് കിട്ടണമെന്നുള്ളൂ. നമുക്ക് വൺ ഐട്രേഷനിൽ കിട്ടണമെന്നില്ല. സോ അതുപോലെ തന്നെ ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ പ്രോസസ്സിൻ്റെയും ഓരോ ഐട്രേഷനെയാണ് ടിക്ക് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വൺ ഐട്രേഷൻ of the event loop is called a tick. During each tick the event loop check the different phases. അതായത് ഓരോ ടിക്കും കഴിഞ്ഞതിന് ശേഷം അത് പല ഫേസസ് നോക്കും, ഏത് ഫേസിലാണ് ഇരിക്കുന്നത് എന്ന്. ഇപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ബ്രൗസർ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ സ്വന്തമായിട്ടൊരു ബ്രൗസർ ക്രിയേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ ബ്രൗസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ബ്രൗസറിൻ്റെ ടാസ്ക് എന്താണ്? നമ്മൾ യൂസർ റിക്വസ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു IP അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വെബ് അഡ്രസ്സ് കൊടുക്കുന്നു. ഇത് കൊടുത്ത് കഴിയുമ്പോൾ സെർവറിൽ എവിടെയാണോ ഈ ഡാറ്റ ഇരിക്കുന്നത്, ഈ ഡാറ്റ എടുത്ത് യൂസറിന് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ബ്രൗസർ ചെയ്യുന്ന പരിപാടി. സോ ഇങ്ങനെ ബ്രൗസർ ചെയ്യുമ്പം നമ്മൾ ഓരോ പല ഇവൻറ്റുകൾ അവിടെ നടക്കണം. അതായത് മേ ബി ഒരു വെബ്സൈറ്റ്, ഇപ്പോൾ നിങ്ങൾ nodesk.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് കയറുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇമേജസ് ഉണ്ടായിരിക്കും, വീഡിയോസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫയൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഫയൽസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. CSS ഫയൽ, ജാവാസ്ക്രിപ്റ്റ് ഫയൽ, ഇതിനെ എല്ലാത്തിനെയും റിക്വസ്റ്റ് ചെയ്ത്, അതായത് മേ ബി CSS ഒക്കെ ഒരുപക്ഷെ CDN ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഫയൽസ് ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാം പല സെർവറേഴ്സിലായിരിക്കും ഹോസ്റ്റ് എല്ലാം ഒരു സെർവർ തന്നെ ആകണമെന്ന് ഉറപ്പും പറയാൻ പറ്റത്തില്ല. സോ ഞാനിപ്പം ഒരു ഫയലിന് ഒരു വെബ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നു. ഈ ഒരു വെബ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഐട്രേഷൻ, ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്താണ് ഇവൻറ്റ്? ടെക്സ്റ്റ് ഫയലെല്ലാം ഗെറ്റ് ചെയ്യുക. ആദ്യം HTML ആ ഒരു ഫയൽ ഗെറ്റ് ചെയ്യുക. HTML ആയിരിക്കുമല്ലോ ടെക്സ്റ്റ് ഫയലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പം HTML ഗെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ വേറൊരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് ആ HTML ഫയലിൻ്റെ അകത്ത് എന്തൊക്കെ ജാവാസ്ക്രിപ്റ്റ് ഫയലുണ്ട്, ഇമേജസ് ഉണ്ട്, അതുപോലെ തന്നെ CSS ഫയൽസ് ഉണ്ട്. മേ ബി ഒരു വെബ്സൈറ്റിൽ തന്നെ മൾട്ടിപ്പിൾ CSS ഫയൽസ് ഒക്കെ ഉണ്ടായിരിക്കും. നോഡെസ്കിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മൾട്ടിപ്പിൾ CSS ഫയൽസ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെയല്ല എല്ലാ വെബ്സൈറ്റിലും ഇങ്ങനത്തെ മൾട്ടിപ്പിൾ CSS ഫയൽസ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബൂട്ട്സ്ട്രാപ്പ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബൂട്ട്സ്ട്രാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ CSS ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു CSS യൂസ് ചെയ്യുന്നു, നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ചില ബട്ടൺസും കാർഡ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ബൂട്ട്സ്ട്രാപ്പിൻ്റെ CSS ഫയൽ യൂസ് ചെയ്യുന്നു. സോ ഇങ്ങനത്തെ ഉള്ള CSS ഫയലെല്ലാം ഗെറ്റ് ചെയ്യാനായിട്ട് ഒരു ഇവൻറ്റിനെ നമ്മൾ വേറൊരു ഇവൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ ഈ ഒരു ബ്രൗസറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഒന്ന് ഡീകമ്പൈൽ ചെയ്ത് നോക്കി കഴിയുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത് പല സെർവേഴ്സിലായിരിക്കും ഇത് ഹോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. CSS ഫയൽ ഒരു സെർവറിലായിരിക്കും, ജാവാസ്ക്രിപ്റ്റ് ഫയൽ വേറൊരു സെർവറിലായിരിക്കും. അപ്പം നമുക്ക് ആദ്യത്തെ ഐട്രേഷനിൽ, അതായത് നമ്മൾ ഒരു ഇവൻറ്റ് അസിൻക്രണസ് പ്രോസസ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ഐട്രേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ഐട്രേഷനിൽ അതിൻ്റെ ടെക്സ്റ്റ് ഫയലെല്ലാം എല്ലാത്തിനും ഒരുമിച്ചാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ അസിൻക്രണായിട്ട് പ്രോസസ്സ് ചെയ്യാം. മറ്റേ ടൈം നമുക്ക് ഇമേജസിന് ഒരുമിച്ച് റിക്വസ്റ്റ് കൊടുക്കാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫയലിനും CSS ഫയലിനും ജാവാസ്ക്രിപ്റ്റിനും എല്ലാത്തിനും ഒരുമിച്ച് റിക്വസ്റ്റ് കൊടുക്കാം. പക്ഷേ ഇത് അസിൻക്രണസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഐട്രേഷന് കിട്ടിയിട്ടില്ലെങ്കിൽ അതോടെ സംഭവം അവിടെ എററായി സാധനങ്ങളൊന്നും കിട്ടാതെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം അസിൻക്രണസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പല ഐട്രേഷൻസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ആദ്യത്തെ ഐട്രേഷനിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, എന്തോ സെർവറിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കിട്ടിയില്ല, പിന്നെ നമ്മൾ ഒന്നും കൂടെ റിക്വസ്റ്റ് കൊടുക്കുന്നു. അപ്പം നെറ്റ്വർക്കിന് എന്തോ പ്രോപ്പറായിട്ട് നെറ്റ്വർക്ക് ഡിലേസ് ഒക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ, അതായത് ഓരോ ഫേസസിനും ഓരോ ഇവൻറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള ഫേസസ് ഉണ്ടായിരിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വൺ ഐട്രേഷൻ ഓഫ് ആൻ ഇവൻറ്റ് ലൂപ്പ്. അതായത് ഓരോ ഇവൻറ്റ് ലൂപ്പിന് ഓരോ ഐട്രേഷൻസ് ഉണ്ടായിരിക്കും. ഇവൻറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവൻറ്റ്സ് പല തവണ ലൂപ്പ് ചെയ്ത് നോക്കും. ആ ഓരോ ഇവൻറ്റ് ലൂപ്പിൻ്റെയും ഒരു ഐട്രേഷനെയാണ് പറയുന്നത് ടിക്ക് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഇവൻറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവൻ്റ് അല്ല, ഇവൻറ്റ് ലൂപ്പിൻ്റെ ഓരോ ഐട്രേഷനെയാണ് ടിക്ക് എന്ന് പറയുന്നത്. ഇവൻറ്റിൻ്റെ ഓരോ ഐട്രേഷനല്ല, ഇവൻറ്റ് ലൂപ്പിൻ്റെ ഐട്രേഷനാണ് ടിക്ക് എന്ന് പറയുന്നത്. സോ ഇവൻറ്റിൻ്റെ കുറേ തവണ ഇവൻറ്റ് ഇങ്ങനെ നമ്മൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെയാണ് ഇവൻറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ വീണ്ടും ഒരുപാട് ഐട്രേഷൻസ് കംപ്ലീറ്റ്
കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഒരു ഇവൻറ്റ് ഒരുപാട് ഇവൻറ്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് ഫയൽ ഗെറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതൊരു ഇവൻറ്റാണ്. അതുപോലെ ഇമേജസ് ഗെറ്റ് ചെയ്യുന്നു, അതൊരു ഇവൻറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും CSS ഫയൽ ഗെറ്റ് ചെയ്യുന്നു, അതൊരു ഇവൻറ്റാണ്. അപ്പോൾ ഇത് കുറേ ഇവൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഇവൻറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ലൂപ്പിനെയാണ് നമ്മൾ ടിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ടിക്കിന് ശേഷം ഡ്യൂറിങ് ഈച്ച് ടിക്ക് ഇവൻറ്റ് ലൂപ്പ് ചെക്ക് ദ ഡിഫറെൻറ്റ് ഫേസസ്. അതായത് ഓരോ ഇവൻറ്റ്, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഫയലിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു, നമുക്ക് ടെക്സ്റ്റ് ഫയലിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ. അതായത് നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചപ്പോൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം പാക്കറ്റായിട്ടാണ് വരുന്നതെന്ന്. അതായത് നിങ്ങൾ TCP പ്രോട്ടോക്കോളും TCP/IP പ്രോട്ടോക്കോളിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിയുമ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഓരോ പാക്കറ്റായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ പാക്കറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പം ഓരോ പാക്കറ്റും, അതായത് ടെക്സ്റ്റ് ഫയൽ ഒരു ചെറിയ പാക്കറ്റ്, ഓരോ 2 KB പാക്കറ്റൊക്കെ ആയിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ എനിക്ക് ഒരു 10 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്, കുറച്ചും കൂടെ പാക്കറ്റ് കിട്ടാനുണ്ട് ഇനിയും. അപ്പം ഒരു ടിക്ക് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കറൻറ്റ് ഫേസ് എന്താണെന്ന് നോക്കും, ഏത് ഫേസസിലാണ്. ഇപ്പോൾ 10 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്, അതൊരു ഫേസാണ്. അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ഫയൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടി, അതൊരു ഫേസാണ്. ഇനി അതിന് ശേഷം നമ്മൾ കിട്ടാനുള്ള കാര്യം എന്താണ്, ഇമേജസ് കിട്ടാണ്ട്, ജാവാസ്ക്രിപ്റ്റ് കിട്ടാണ്ട്. അപ്പം ആദ്യത്തെ ടിക്കിൽ എനിക്ക് HTML കണ്ടൻറ്റ് മുഴുവൻ കിട്ടിയെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഫയലും കണ്ടൻറ്റ് CSS റിക്വസ്റ്റ് കൊടുത്തു, കിട്ടിയില്ല, ജാവാസ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. അപ്പം രണ്ടാമതൊരു ടിക്കും കൂടെ കണ്ടക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ടിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കിട്ടാത്ത കാര്യങ്ങൾ മാത്രം വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇവൻറ്റ് ക്യൂസ് ആൻഡ് എക്സിക്യൂട്ട് ദ അസോസിയേറ്റഡ് കാൾ ബാക്ക് ഇഫ് ദർ ആർ എനി. അതായത് നമ്മൾ അസിൻക്രണസ് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കാൾ ബാക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറേ കാൾ ബാക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും കാൾ ബാക്ക് വീണ്ടും പെൻഡിങ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ, ഇഫ് ദർ ആർ എനി എന്ന് കാണിച്ചത് അതുകൊണ്ടാണ്. എന്തെങ്കിലും കാൾ ബാക്കുകൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കാൾ ബാക്ക് മാത്രം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അതായത് പെൻഡിങ് ആയിട്ട് കിടക്കുന്നതിൻ്റെ കാരണം പലതായിരിക്കാം. മേ ബി നെറ്റ്വർക്ക് എറർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഫയൽ അവിടെ ഉണ്ടായിരിക്കത്തില്ല. അപ്പം അങ്ങനത്തെ പല കാരണങ്ങളുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇങ്ങനത്തെ കാൾ ബാക്കുകൾ എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ മാത്രം വീണ്ടും രണ്ടാമത്തെ ഐട്രേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ടിക്കിൽ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ പ്രോസസ്സിംഗ് ഓൾ കോൾ ബാക്ക് ഇൻ വൺ ഫേസ് ഇറ്റ് പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് ഫേസ് ഇൻ ദ ലൂപ്പ്. അതായത് എല്ലാ പ്രോസസ്സും എല്ലാ കോൾ ബാക്കും എക്സിക്യൂട്ട് ചെയ്തു സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ഫേസിലേക്ക് പോകും. അതായത് ആ ഇവൻറ്റ് ലൂപ്പിലുള്ള അടുത്ത ഫേസിലേക്ക് പോകും. ഓക്കെ, സോ ഓരോ ഫേസസിനും, അതായത് ഇവൻറ്റ് ലൂപ്പിലുള്ള ഓരോ ഫേസസിനും എന്തുണ്ടായിരിക്കും, ഓരോ ഐട്രേഷൻ ഉണ്ടായിരിക്കും. ഇവൻറ്റ് ലൂപ്പിലുള്ള ഓരോ ഫേസസിനും ഐട്രേഷൻ ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ ടിക്ക് എന്ന് പറയുന്നത്. ഓരോ ഇവൻറ്റ് ലൂപ്പിൻ്റെയും വൺ ഐട്രേഷനെയാണ് ടിക്ക് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടിക്കുകൾ നടക്കും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ടിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ടിക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടിക്കുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ അടുത്ത ലെക്ചേഴ്സിൽ, അതായത് ഇതിൻ്റെ കോഡിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോൺ ബ്ലോക്കിംഗ് നേച്ചർ എന്നാണ്. നോൺ ബ്ലോക്കിംഗ് നേച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ്. അതായത് Node.jsന് ഒരേ തവണ തന്നെ ഒരുപാട് ഫയൽസിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, സിൻസ് ഈച്ച് ഫേസ് പ്രോസസ് ഇറ്റ്സ് ഓൺ ക്യൂസ് ഓഫ് കാൾ ബാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ ഫേസിനും അതിൻ്റേതായിട്ടുള്ള ഒരു ക്യൂ ഉണ്ടായിരിക്കും. കാൾ ബാക്കിന് വേണ്ടിയിട്ട് ഒത്തിരി ക്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഓരോ ഫേസസിനും അതിൻ്റേതായിട്ട് കാൾ ബാക്ക് ക്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, so Node.js can efficiently handle multiple concurrent IO operation without waiting for each one to complete. എന്ന് വെച്ച് കഴിഞ്ഞാൽ Node.jsന് ഒറ്റേ ടൈം തന്നെ നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഒരേ ടൈമിൽ തന്നെ ഒരുപാട് കാൾ ബാക്കിനെ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി Node.jsനുണ്ട്. അപ്പം എന്ത് ചെയ്യും, ഈ ക്യൂസ് എല്ലാം തന്നെ ഒരേ ടൈമിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യായി പോകും. അതായത് ക്യൂസ് എല്ലാം തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഓരോ ഫേസസിനും അതിൻ്റേതായിട്ടുള്ള കാൾ ബാക്സുകൾ കിടക്കുന്നവരുണ്ട്. ഓരോ ഫേസ് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇമേജ് ഗെറ്റ് ചെയ്യുന്ന ഒരു ഫേസാണ്. ഓക്കെ, ഇമേജ് ഗെറ്റ് ചെയ്യുന്ന ഒരു ഫേസാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫയൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഫേസാണ്. അത് പാക്കറ്റായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ക്യാച്ച് ചെയ്യുന്ന ഒരു ഫേസാണ്. അപ്പം അതുപോലെ തന്നെ സെർവറിന് സെൻഡ് ചെയ്യുന്ന വേറൊരു ഫേസാണ്. സെർവറിന് റിക്വസ്റ്റ് കൊടുക്കുന്ന ഒരു ഫേസാണ്. അപ്പം ഇങ്ങനത്തെ ഫേസസ് എല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള ഫേസസിൻ്റെ ഒരു ക്യൂസ് തന്നെ ഉണ്ടായിരിക്കും. ഈ ക്യൂസ് ഓരോന്നോ കഴിഞ്ഞിട്ടാണ് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ടൈം എടുക്കും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. സോ അതിന് ഒരു ഡിലേ ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കി എടുക്കാനായിട്ടാണ് നമ്മൾ Node.jsലുള്ള നോഡ് ബ്ലോക്കിംഗ് നേച്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നോഡ് ബ്ലോക്കിംഗ് നേച്ചറിനെ കുറിച്ച് നിങ്ങൾ ആൾറെഡി അറിയാവുന്നതാണ്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യം സെറ്റ് ടൈം ഔട്ട് ആൻഡ് സെറ്റ് ഇമ്മീഡിയറ്റ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം ഞാൻ
നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് സെർവറിൽ നിന്നൊരു ഡാറ്റ ഗെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു, എന്നിട്ടും എനിക്ക് ഡാറ്റ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം, ഒരുപക്ഷെ ആ ഡാറ്റ സെർവറിൽ ഉണ്ടായിരിക്കത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു ടൈം ഔട്ട് അതിന് വെച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും, ആ ഒരു ഡാറ്റ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അതൊരു ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് പോകും. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു 30 സെക്കൻഡിലേക്ക് ഡാറ്റ വീണ്ടും വീണ്ടും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് 30 സെക്കൻഡ് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ആ പ്രോസസ്സ് അവിടെ ടെർമിനേറ്റ് ചെയ്തിരിക്കാം. അപ്പം അതിനെയാണ് നമ്മൾ സെറ്റ് ടൈം ഔട്ട് എന്ന് കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് സെറ്റ് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞതും. അതും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾക്കാണ് സെറ്റ് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ബോത്ത് സെറ്റ് ടൈം ഔട്ട് ആൻഡ് സെറ്റ് ഇമ്മീഡിയറ്റ് ആർ യൂസ്ഡ് ടു ഷെഡ്യൂൾ കാൾ ബാക്സ്. അതായത് സെറ്റ് ടൈം ഔട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സെറ്റ് ടൈം ഔട്ട് വെച്ചിട്ട് നമുക്കൊരു കോൾ ബാക്കിനെ വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാനും പറ്റും. ഓക്കെ, ജസ്റ്റ് ഫോർ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ ഇപ്പോൾ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുകയാണ്. ഈ പ്രോഗ്രാം പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് console.log എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരും, ഇല്ലേ? ഞാനതിന് ഒരു ടൈം ഔട്ട് വയ്ക്കുവാണ്, ഒരു ടൈമർ സെറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ മൂവീസിലൊക്കെ ടൈം ബോംബ് സെറ്റ് ചെയ്യുന്ന പോലെ പരിപാടിയില്ലേ, അതേപോലത്തെ ഒരു ടാസ്ക്കാണ് ഈ ടൈം ഔട്ട് വെച്ച് നമ്മൾ ചെയ്യുന്നതും. അതായത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ നമ്മളിപ്പം console.log എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൊടുക്കുവാണ് പ്രിൻറ്റ് ചെയ്യാനായിട്ട്. ഈ മെസ്സേജിന് നമ്മളൊരു ടൈം ഔട്ട് വെച്ചിട്ടുണ്ട് 10 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 10 സെക്കൻഡിന് ശേഷമേ ഈ മെസ്സേജ് പ്രിൻ്റ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അതിനെയാണ് ടൈം ഔട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ടൈം ഔട്ട് യൂസ് ചെയ്യുന്നിട്ട് നമുക്ക് ടൈം ഔട്ടിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞത് ടൈം ഔട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, നമ്മൾ സെർവറിൽ നിന്ന് ഡാറ്റ വീണ്ടും വീണ്ടും ഗെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനത്തെ അത് അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിലുള്ള എക്സാമ്പിളാണ്. ഞാൻ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഇപ്പം നമ്മൾ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്, ഇപ്പോൾ സെർവറിൽ നിന്ന് ഡാറ്റ ഗെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് മനസ്സിലായെന്ന് വരത്തില്ല. അപ്പം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് സെറ്റ് ടൈം ഔട്ട് എന്ന് കൊടുക്കാം. അതായത് ഒരു 10 സെക്കൻഡിന് ശേഷം ഈ ഒരു കാര്യം ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നു. ഓക്കെ, 10 സെക്കൻഡിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ ഒരു ടൈം ഔട്ട് വെച്ചിട്ട് ആ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പം 10 സെക്കൻഡ് വരെ അത് വെയിറ്റ് ചെയ്തിരിക്കും, അതിന് ശേഷം അത് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സോ ഇതിന് ഓക്കെ, ഇത് ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ആൾറെഡി മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഈ സെറ്റ് ടൈം ഔട്ടും സെറ്റ് ഇമ്മീഡിയറ്റും ഒരേ ടൈമിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ടാണ്, കുറച്ച് സമയത്തിന് ശേഷം ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ടുള്ള 2 മെത്തേഡാണ്. ഓക്കെ, യൂസ്ഡ് ടു ഷെഡ്യൂൾ കാൾ ബാക്ക്. പക്ഷേ ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ, ഇത് തമ്മിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിങ് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഓരോ കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്നതിന് ഇത് കണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ടൈമേഴ്സ്, ചെക്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത് രണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിംഗ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ആ ഒരു ടൈമിംഗ്, ബട്ട് ദേ ആർ എക്സിക്യൂട്ടഡ് ഇൻ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഇവൻറ്റ് ലൂപ്പ്. ഓക്കെ, അതായത് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇവൻറ്റ് ലൂപ്പിൽ പല ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫേസിൽ ഡിഫറെൻറ്റ് ഫേസസിലാണ്. അതിൽ 2 ഫേസാണ്. ഒന്ന് ടൈമേഴ്സ്, നമ്മൾ ഫേസസിനെ കുറിച്ച് ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഡിഫറെൻറ്റ് ഫേസസിനെ കുറിച്ച് ഇവൻറ്റ് ലൂപ്പിലുള്ള ഏതൊക്കെ ഫേസസ് ആണുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫേസസിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫേസസ് പറഞ്ഞാൽ രണ്ടാമത്തെ ഡിഫറെൻ്റ് ആണ്. സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ കാര്യം ടൈമർ ഫേസിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് ആദ്യത്തെ ഫേസാണ് ടൈമർ ഫേസ് എന്ന് പറഞ്ഞത്. അതായത് ടൈം ഔട്ട് പറഞ്ഞത് ആദ്യത്തെ നമ്പർ 1 പ്രിയോറിറ്റി ഉള്ള കാര്യമാണ് ടൈമേഴ്സിൽ കിടക്കുന്നത്. ഓക്കെ, ബട്ട് സെറ്റ് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞ സാധനം എക്സിക്യൂട്ട് ചെയ്തതെന്നാണ് ചെക്ക് ഫേസിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഫേസസിനെ കുറിച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ലൂപ്പ് എക്സിക്യൂഷൻ, ഓരോ ലൂപ്പുകളും എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ടൈമിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചും കൂടെ കാണാൻ എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഇവൻറ്റ് ലൂപ്പ് ഫോളോസ് എ കണ്ടിന്യൂസ് സൈക്കിൾ റിപ്പീറ്റഡ്ലി ഗോയിങ് ത്രൂ ദ ഫേസസ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. ഓക്കെ, അതായത് ഇതിൻ്റെ ഓർഡർ ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കണം. നമ്മൾ സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഓർഡർ ആദ്യത്തേതാണ് കിടക്കുന്നത്, ടൈമേഴ്സാണ് ആദ്യം. ഓക്കെ, ഇവൻറ്റ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഒരു സൈക്കിളിൻ്റെ ഓർഡർ എന്താണ്, ആദ്യം ടൈമേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിന് ശേഷമാണ് പെൻഡിങ് കാൾ ബാക്ക്, അതായത് പെൻഡിങ് IO കാൾ ബാക്ക്സ് കിടക്കുന്നത്. പെൻഡിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് കോൾ ബാക്ക്സ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി ഏതെങ്കിലും കോൾ ബാക്ക് പെൻഡിങ് കിടക്കുന്നുണ്ടെങ്കിൽ അത് അതിന് ശേഷമായിരിക്കും പോൾ, അതിന് ശേഷമാണ് ചെക്ക് വരുന്നത്. ഓക്കെ, സോ സെറ്റ് ടൈം ഔട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടൈമേഴ്സ് ഫേസിലായിരിക്കും അത് റൺ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെറ്റ് ഇമ്മീഡിയറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈമർ ഫേസും കഴിഞ്ഞ്
പിന്നെ പെൻഡിങ് കോൾ ബാക്ക് എന്തെങ്കിലും അതുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് അതിന് ശേഷമായിരിക്കും പോൾ ഫേസിലേക്ക് വരുന്നത്. പിന്നീടാണ് നമ്മൾ എന്തുണ്ടാവും ചെക്ക് ഫേസിലേക്ക് കിടക്കുന്നത്. ഏറ്റവും അവസാനമാണ് കിടക്കുന്നത്. അതിന് ശേഷമായിരിക്കും ക്ലോസ് കാൾ ബാക്ക് കിടക്കുന്നത്. അതായത് എല്ലാം കഴിഞ്ഞു, കാൾ ബാക്ക് എല്ലാം എക്സിക്യൂട്ട് ചെയ്തു, സക്സസ് ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു ഓർഡറാണ്. അതാണ് ചെക്ക് ഇമ്മീഡിയറ്റും ചെക്ക് ടൈം ഔട്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സെറ്റ് ടൈം ഔട്ട് അതുപോലെ തന്നെ സെറ്റ് ഇമ്മീഡിയറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. കുറച്ച് തിയറി പാർട്ടൊക്കെ ആയിരുന്നു, നമ്മൾ തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം മുതൽ നമ്മൾ ടൈം ഔട്ട് സെറ്റ് ചെയ്ത് എങ്ങനെയാണ് ഇവൻറ്റ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവൻറ്റ്സ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതായത് പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് കടക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. സീ യു അഗൈൻ ഇൻ കമിങ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.